ഒന്നാം എക്സാമിന്റെ ഫൈനൽ ലാബിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനി എക്സാമിന് വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ ഇനിയുള്ള ലാസ്റ്റ് നിമിഷം അല്ലെങ്കിൽ അവസാന ദിവസങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യുന്നു എന്നതിന്റെ ബേസിസിലാണ് നിങ്ങളുടെ എക്സാമിന്റെ റിസൾട്ട്. കുറേ പേരൊക്കെ നേരത്തെ പഠിച്ചു കഴിഞ്ഞവരുണ്ടാവും, സിലബസ് ഒക്കെ നേരത്തെ കവർ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എക്സാമിനോട് അടുപ്പിച്ചുള്ള കുറച്ച് ദിവസങ്ങൾ കൃത്യമായിട്ടുള്ള റിവിഷൻ നടത്താതെ അല്ലെങ്കിൽ വെറുതെ ടെൻഷൻ അടിച്ച് പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നുപോയി എക്സാം കൊളാക്കുന്ന സിറ്റുവേഷനൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇപ്രാവശ്യം നിങ്ങൾ പോകരുത്. അപ്പോൾ ഈ അവസാന ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എക്സാമിന്റെ റിസൾട്ട് അത് നമുക്ക് ഇപ്രാവശ്യം നല്ല റിസൾട്ട് നേടണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ. നിങ്ങൾക്ക് അറിയാലോ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പുതിയ സിലബസ് ആണ്. 6ാം ക്ലാസ്സിൻ്റെ പുതിയ സിലബസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈ ലെവലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹൈ ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനിടയിൽ കുറച്ച് ഗുണങ്ങളും ഉണ്ട്. എല്ലാ ചാപ്റ്ററൊന്നും മാറിയിട്ടില്ല, പക്ഷേ പുതിയ കുറച്ച് ചാപ്റ്ററുകൾ വേറെ പേരിലും പുതിയ കണ്ടൻറ്റൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതിനിടയിൽ ഗുണങ്ങളും ഉണ്ട് ഒക്കെ പറഞ്ഞുതരാം. അപ്പോൾ പുതിയ സിലബസ് ആയതുകൊണ്ട് കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും വരാതെ കുറച്ച് വളഞ്ഞൊക്കെ നമുക്ക് ചോദിച്ചെന്ന് വരാം. നമുക്ക് ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ. ഒരു ആക്ടിവിറ്റിൻ്റെ ഉള്ളിൽ തന്നെ സബ് ക്വസ്റ്റ്യൻ 4 ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാം നമ്മളിപ്പോൾ ഒരു ആക്ടിവിറ്റി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഓൾറെഡി നമ്മൾ വെയിറ്റേജിൻ്റെ വീഡിയോ പോയിട്ടുണ്ട്. അത് കാണാത്തവരെന്ത് ചെയ്യുക, ഒന്ന് നമ്മുടെ ചാനലിൽ കയറിയിട്ട് നോക്കുക. അപ്പോൾ വെയിറ്റേജിൻ്റെ വീഡിയോ ഓരോ ചാപ്റ്ററിനും എത്ര ആക്ടിവിറ്റീസ്, ഇപ്പോൾ മാത്സിൻ്റെ കേസ് ആണെങ്കിൽ നമുക്ക് 4 ചാപ്റ്റർ ഉണ്ട്, ഓരോന്നും 2 ആക്ടിവിറ്റീസ് വെച്ച് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ കൃത്യമായിട്ട് അറിഞ്ഞാലാണ് അതിനുള്ളിലുള്ള 2 ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റൂ. 8 ആക്ടിവിറ്റിയിൽ നിന്ന് 6 നമുക്ക് എന്തായാലും അറ്റൻഡ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. മുൻവർഷത്തെ ചോദ്യപേപ്പർ ഉണ്ടോ? നമുക്ക് ഇല്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ ടെക്സ്റ്റ് മാറിയതുകൊണ്ട്. പക്ഷെ നമ്മൾ ഒരു ഗുണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതായത് നമ്മുടെ 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാത്സിലെ 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആംഗിൾസ്, 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വോളിയം, ഈ ചാപ്റ്ററൊക്കെ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം കുറച്ചധികം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും വലിയൊരു മാറ്റമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചാപ്റ്റേഴ്സിൻ്റെ മുൻവർഷത്തെ ചോദ്യപേപ്പർ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, കണ്ടന്റ് ഒക്കെ സെയിം തന്നെയാണ്, പഠിച്ച കാര്യങ്ങൾ ഫോർമുലയൊക്കെ സെയിം ആണ്. കുറച്ച് എക്സ്ട്രാ ആയിട്ട് ഒന്ന് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ കുറച്ച് ചാപ്റ്റേഴ്സ് പഠിച്ചെടുക്കാൻ പറ്റും. അത് മാത്സിൻ്റെ കാര്യം മാത്രമല്ല, പല സബ്ജക്റ്റിലും ഇങ്ങനത്തെ കുറച്ച് ഗുണങ്ങൾ നമുക്കുണ്ട്. ഇനി അടുത്തത് എക്സാം പാറ്റേൺ. ഓൾറെഡി നമ്മൾ പറഞ്ഞു ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നമുക്ക് 2 ആക്ടിവിറ്റി സ്കിപ്പ് ചെയ്യാം. പക്ഷെ നമ്മൾ ചൂസ് ചെയ്യുന്ന ഈ 6 ആക്ടിവിറ്റി കൃത്യമായിട്ട് നമ്മൾ എഴുതാൻ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ചാപ്റ്റർ നിങ്ങൾ ഫുള്ളായിട്ട് പഠിച്ചാൽ മാത്രമാണ് അതിൻ്റെ 2 ഭാഗത്തു നിന്ന് വരുന്ന ആ 2 ആക്ടിവിറ്റി നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഒരു ആക്ടിവിറ്റി തന്നെ നിങ്ങൾക്കൊരു 4ഓ 3ഓ സബ് ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിനർത്ഥം എന്താ, ചോദ്യങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സൊല്യൂഷൻ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? എക്സാമിനർ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷനൊക്കെ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നമ്മുടെ മിഷൻ 15 ഡേയ്സിൻ്റെ ഭാഗമായിട്ട് കറക്റ്റായിട്ട് ലൈവുകൾ, ഓരോ സബ്ജക്റ്റിൻ്റെയും 1 ഷോട്ട് ലൈവുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ലൈവ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ തന്നെ അവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ അവിടെ തന്നെ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ വേണ്ടി പറ്റും. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് ഈ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾക്കൊരു റിവിഷൻ പോലെ ഈ ലൈവ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഒരുപാട് പ്രശ്നങ്ങളും ഈ ടെൻഷനൊക്കെ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾക്ക് ഉണ്ടാവും, വളരെ സ്വാഭാവികം. അപ്പോൾ ഈ ടെൻഷൻ അടിക്കാതെ അവസാന നിമിഷം എങ്ങനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി സ്റ്റഡി പ്ലാൻ ആയിട്ട് എക്സാമിനർ ഫാമിലി വരുന്നുണ്ട്. ഇന്ന് മക്കളെ, ഇന്ന് കറക്റ്റ് 7 മണിക്ക്. ഓക്കെ, അപ്പോൾ 7 മണിക്ക് എല്ലാവരും എന്ത് ചെയ്യുക, കറക്റ്റ് ലൈവിലേക്ക് വരിക. അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ ഫൈനൽ സ്റ്റഡി പ്ലാൻ ആണ്. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ എങ്ങനെ കൃത്യമായിട്ട് പഠിക്കണം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യണം, മുൻ വർഷത്തെ ചോദ്യപേപ്പറിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഓരോ സബ്ജക്റ്റിനൊന്നും ഒരുപാട് ഗ്യാപ്പൊന്നും നമുക്ക് പഠിക്കാനില്ല. ഇപ്പോൾ മാത്സ് വെള്ളിയാഴ്ചയാണ് നടക്കുന്നത്. അതിൻ്റെ തലേന്ന് വരെ വ്യാഴാഴ്ച വരെ നിങ്ങൾക്ക് പരീക്ഷയുണ്ട്. ശനി ഞായറും കഴിഞ്ഞ് പിന്നെ ഇംഗ്ലീഷാണ്. അപ്പോൾ ചില സബ്ജക്റ്റിന് ഗ്യാപ്പ് ഉണ്ട്, ചിലതിന് ഒരു ഗ്യാപ്പും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നേരത്തെ പ്ലാൻ ചെയ്യണം, ഈ ദിവസങ്ങളിൽ ഈ സബ്ജക്റ്റ് കവർ ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിങ് വേണം. അപ്പോൾ ആ പ്ലാനിങ് ഒന്നും നിങ്ങൾക്ക് സെറ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, ഇന്നത്തെ ലൈവ് ആരും മിസ് ചെയ്യരുത്. കറക്റ്റ് 7 മണിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ കൃത്യമായിട്ട് എങ്ങനെ ഇനിയുള്ള ദിവസങ്ങൾ പ്ലാൻ ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തരുന്നതായിരിക്കും. അപ്പോൾ മക്കൾ എന്ത് ചെയ്യാം, ഈ ലൈവിലേക്ക് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കറക്റ്റ് 7 മണിക്ക് ലൈവിലേക്ക് എത്തുക. ഓക്കെ, അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ മിഷൻ 15 ഡേയ്സിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ 1 ഷോട്ട് ലൈവുകളും നിങ്ങൾ മിസ് ചെയ്യരുത്. ഓക്കെ, ഈ അവസാന നിമിഷം എന്ത് ചെയ്യുക, റിവിഷൻ പോലെ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടാവും നേരത്തെ പഠിച്ചു തുടങ്ങിയവരൊക്കെ. അപ്പോൾ ഈ അവസാന നിമിഷം നമ്മൾ ഒന്നും കൂടി അത് റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതുവരെ പഠിച്ചിട്ട് പോലും ഇല്ലാത്ത കുട്ടിക്ക് വരെ കൃത്യമായിട്ട് ഈ ലൈവ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ ഈ ലൈവിൽ നിന്ന് നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും നമ്മുടെ ബാച്ചിലായിരിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങളെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫീ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ 1,999 എന്ന് പറഞ്ഞ ഒരു ഫീ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള ഫീസാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ബാച്ചിലുള്ള എല്ലാ ഫീച്ചേഴ്സും നിങ്ങളുടെ എക്സാമിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയാലും മോഡൽ ക്വസ്റ്റ്യൻസ് ആയാലും വർക്ക് ഷീറ്റ് ആയാലും എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ വളരെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് എക്സാമിന് എങ്ങനത്തെ രീതിയിലാണ് ചോദ്യം വരിക എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ യുവ ബാച്ചിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഈ ഒരു നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ മക്കളെ, അതേപോലെ നമ്മുടെ മിഷൻ 15 ഡേയ്സ് ലൈവിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഓക്കെ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. മക്കൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസം നടക്കുന്ന കൃത്യമായിട്ടുള്ള എല്ലാ ലൈവ് ക്ലാസ്സുകളുടെയും നോട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് മിസ് ചെയ്യാൻ പാടില്ല. അതേപോലെ നാളെ നടക്കുന്ന ലൈവ്, ഇനിയുള്ള ദിവസങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വൺ ഷോട്ട് ലൈവ് ക്ലാസ്സുകളായിരിക്കും. അതൊന്നും ആരും മിസ് ചെയ്യരുത്. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാനിലേക്ക് നിങ്ങൾ വരുവാണെങ്കിൽ കറക്റ്റായിട്ട് ഇനിയുള്ള ദിവസം ടെൻഷൻ അടിക്കാതെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് എങ്ങനെ എക്സാം അടിപൊളിയായിട്ട് എഴുതാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പാക്കി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി ആണോ? അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാം അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്യാൻ റെഡി ആണോ? റെഡി ആണെങ്കിൽ എല്ലാവരും റെഡി എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൃത്യം 7 മണിക്ക് നമുക്ക് ലൈവിൽ കാണാം.